അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഗോൾഡ് സാറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നവംബർ 1 ഇന്ന് കേരളപ്പിറവി ദിനമാണ്. നമ്മുടെ കേരളത്തിന്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയും കുട്ടികള്. അപ്പം എൻ്റെ അനിയൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രോഗ്രാം. അപ്പം ആദ്യം അനിയനെ വിളിക്കാം. ഓനെല്ലാം വെളുത്ത കുപ്പായൊക്കെ ഇട്ട് വന്നിക്കണേ. കൂട്ടുകാരെ, ഇന്നത്തെ വിഷയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ. ഇന്ന് നവംബർ 1 കേരള പിറവിയാണ് ഇന്ന്. കേരളത്തിന്റെ വയനാട് കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള ജില്ലയാണ് വയനാട്. 2 സംസ്ഥാനങ്ങളിൽ അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയാണ് കേരളത്തിൽ ഒരേ ഒരു ജില്ലയാണ് വയനാട്. ഓൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ പരിപാടിയാണ്. ഞാൻ സ്പീച്ച് അല്ല, ഞാൻ സോങ് ആണ്. കേരളം കേരളം ഞാൻ പിറന്ന നാട്, കേരളം കേരളം ഞാൻ വളർന്ന നാട്, കേരളം കേരളം ഞാൻ പിറന്ന നാട്, കേരളം കേരളം ഞാൻ വളർന്ന നാട്. ദൈവത്തിൻ്റെ സ്വന്തം നാടിത്, മലയാളികൾ തൻ വീടിത്. ദൈവത്തിൻ്റെ സ്വന്തം നാടിത്, മലയാളികൾ തൻ വീടിത്. പച്ച വിരിച്ച നെൽവയലുകളും മാനം മുട്ടും മലനിരയും ശുദ്ധജലത്തിൻ അരുവികളും ഒത്തുചേർന്നൊരു നാട്, ഒത്തുചേർന്നൊരു നാട്. പച്ച വിരിച്ച നെൽവയലുകളും മാനം മുട്ടും മലനിരയും ശുദ്ധജലത്തിൻ അരുവികളും ഒത്തുചേർന്നൊരു നാട്, ഒത്തുചേർന്നൊരു നാട്. എൻ്റെ സ്വന്തം നാട്, എൻ്റെ സ്വന്തം മലനാട്, എൻ്റെ സ്വന്തം നാട്, എൻ്റെ സ്വന്തം മലനാട്. കേരളം കേരളം ഞാൻ പിറന്ന നാട്, കേരളം കേരളം ഞാൻ വളർന്ന നാട്, കേരളം കേരളം ഞാൻ പിറന്ന നാട്, കേരളം കേരളം ഞാൻ വളർന്ന നാട്, ഞാൻ വളർന്ന നാട്, ഞാൻ വളർന്ന നാട്. താങ്ക് യു. എൻ്റെ പാട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ നേരുന്നു. സത്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണിന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയോടുന്ന ഹരിത മേഖലയിൽ അലയിടുന്നു കളനിസ്വരം. ഓ നിസ്വരം, കളനിസ്വരം. അപ്പോൾ കേരളപ്പിറവി ദിനമായിട്ട് ഞാൻ സോങ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനായി വരുവാൻ ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.